ഹലോ ഗായ്സ്, ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. ഇപ്പം കുറച്ച് നാളായിട്ട് നമ്മുടെ യൂട്യൂബേഴ്സും ഇൻസ്റ്റാഗ്രാമിലുള്ള ഇൻഫ്ലുവൻസേഴ്സും ഒക്കെ ഒരുപാട് ബെറ്റിംഗ് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അവർക്കതിൽ നിന്ന് ഇൻകം കിട്ടുന്നുണ്ട്. അവരത് വാങ്ങിച്ചോട്ടെ, നമുക്കത് പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമ്മളെപ്പോലുള്ള മിഡിൽ ക്ലാസ്സിലുള്ള ഇല്ല നമ്മളെപ്പോലെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ പറ്റിച്ചുകൊണ്ട് അവരിത് ചെയ്യുന്നത് നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല. അതായത് പല യൂട്യൂബേഴ്സും, അല്ലെങ്കിൽ യൂട്യൂബിനേക്കാൾ ഉപരി എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ആൾക്കാർ ഇതിനെപ്പറ്റി ചെയ്യുന്നുണ്ട്. അവർ ആദ്യം കാണിക്കുന്നത് മറ്റൊരാളെ സഹായിക്കുന്നതായിരിക്കും. പിന്നെ അവർ ചെയ്യുന്നത് ഈ ഇന്ന ഗെയിം കളിച്ചാണ്, അല്ലെങ്കിൽ ഇന്ന ബെറ്റിംഗ് ആപ്പിൽ അവർ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് അവർക്ക് ഇതിനുള്ള ചെയ്യാനുള്ള പൈസ കിട്ടിയെന്ന്. പിന്നെ പല ഇൻഫ്ലുവൻസേഴ്സും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അവരൊരു ഫോണോ ഇല്ലെങ്കിൽ ഒരു വണ്ടിയോ കാണിച്ചിട്ട് അവർ ഇത് വാങ്ങിച്ചത് ഈ ബെറ്റിംഗ് ആപ്പ് വഴി അവർ കളിച്ചിട്ട് കിട്ടിയ പൈസ ഉണ്ടാകും. അപ്പം കൂടുതലും നമ്മളെപ്പോലുള്ള മിഡിൽ ക്ലാസ്സിലെ ആൾക്കാർ ആ ഒരു ലൈഫ് സ്റ്റൈൽ ആഗ്രഹിക്കുന്ന ആൾക്കാർ. അപ്പം നമ്മളെപ്പോലുള്ള ആൾക്കാർ അതുപോലെ വേണം, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പോലെ നമുക്കും ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് അവർ ഇതിനകത്ത് പൈസ ഇടും. ഇല്ലാത്ത പൈസ കൊണ്ട് ഇതിനകത്ത് ഇടും. അങ്ങനെ പൈസ നഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട്. പൈസ നഷ്ടപ്പെട്ടിട്ട് ആത്മഹത്യ വരെ ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന ആൾക്കാരുണ്ട് പൈസ നഷ്ടപ്പെട്ടവർ. അതായത് അവർ കുറച്ച് പൈസയൊക്കെ നഷ്ടപ്പെട്ടിട്ടുള്ളൂ, എന്നിരുന്നാൽ പോലും ഇപ്പം നമ്മുടെ പല യൂട്യൂബേഴ്സും ഈ സ്കാമിനെ പുറത്തു കൊണ്ടുവരാനായിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. പല വലിയ യൂട്യൂബേഴ്സ്, സീക്രട്ട് ഏജൻറ്റ്, അസ്കർടെക്കി, അങ്ങനെയുള്ള യൂട്യൂബേഴ്സ് ചെയ്യുന്നുണ്ട്. ഈ ബെറ്റിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സിനോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങളിത് പ്രൊമോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പൈസ കിട്ടുന്നുണ്ടായിരിക്കും. പക്ഷേ നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളെ ഫോളോ ചെയ്യുന്നൊരു നിങ്ങളുടെ ഫോളോവറിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സബ്സ്ക്രൈബറിനോ ആയിരിക്കും അതിൻ്റെ പൈസ പോകുന്നത്. കാരണം നിങ്ങളുള്ള വിശ്വാസത്തിൻ്റെ പുറത്ത് അവരെ ചെയ്യുന്നത്. അപ്പോൾ ആ വിശ്വാസം നിങ്ങൾ കാത്തു സൂക്ഷിക്കുക. അപ്പോൾ ഇനിയെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഇല്ലെങ്കിൽ എന്നെപ്പോലുള്ള സാധാരണ ആൾക്കാർ ഇനിയും വെറുതെ ഇരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. എന്നെപ്പോലൊരു കോമൺ ആയിട്ടുള്ള ഒരു കോമൺ ഗൈ. അപ്പം അത്രേ പറയാനുള്ളൂ.